Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു സിംഹവും ആനയും ഉണ്ടായിരുന്നു. സിംഹത്തിൻ്റെ പേര് തോമസ് ഊട്ടി, ആനയുടെ പേര് ഇബ്രാഹിം റാവുത്തർ.
ഇബ്രാഹിം റാവുത്തർ ആനയും തോമസ് ഊട്ടി സിംഹവും വലിയ കൂട്ടുകാരായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നാട്ടിൽ നിന്നും കൂട്ടം തെറ്റിയ ഒരു എരുമ കാട്ടിലേക്ക് വന്നു. ആ എരുമയുടെ പേരാണ് കള്ളിച്ചെല്ലമ്മ. വാലിട്ട് കണ്ണെഴുതിയ ഒരു സുന്ദരി കോതയായിരുന്നു കള്ളിച്ചെല്ലമ്മ. മുടി പിടിച്ച് വലിക്കല്ലേ, മുടി പിടിച്ച് വലിക്കല്ലേ. ഞാൻ വേറെ കഥ പറഞ്ഞു തരാം. ശരി, ഞാൻ പുതിയൊരു കഥ പറഞ്ഞുതരാം. ആ, ഒരു മൂങ്ങയുടെയും പെട്ടി ഓട്ടോറിക്ഷയുടെയും കഥയാണ്. അത് വേണ്ടേ? എന്നാൽ എനിക്കൊരു സൗകര്യമില്ല. Yes, come in. അമ്മ മരിച്ചു സാർ. സഹദേവൻ ഇരിക്കുക. വൈകിട്ട് ഭക്ഷണം കഴിച്ചുറങ്ങാൻ കിടന്ന രാവിലെ നോക്കുമ്പോ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു സാറേ. എടോ, സഹദേവന്റെ അമ്മ മരിച്ചു. വേഗം സഹദേവനെ വീട്ടിലെത്തിക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യും. എന്റെ അമ്മയല്ല മരിച്ചത്, ഈ നിൽക്കുന്ന ജിസ്മോന്റെ അമ്മയാ. ആരുടെ ആയാലും ഒരു അമ്മയല്ലേ സാറേ. എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ. എന്താണോ ഇത്? എന്തിനാ അടിക്കുന്നത്? സാർ, മണി 6 സെല്ലി കയറാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. പിച്ചും പേയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. എന്താ സഹദേവ ഇത്? സാർ, അവനെ കാണുന്നില്ല, ഞാനൊന്ന് പോയി നോക്കിക്കോട്ടെ. ആരെ സഹദേവ കാണാതായത്? അത് പറഞ്ഞ സാറിന് മനസ്സിലാവില്ല. നമ്മുടെ ജയിൽ വളപ്പിൽ തന്നെ അവനുണ്ട്. പ്ലീസ് സാർ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആ, ശരി. എന്നെ വിളിക്കാതെ തനിച്ചെന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? എത്ര നേരമായി ഞാൻ നിന്നെ തരുന്നു. സെല്ലടക്കാൻ നേരത്താണ് പൂമ്പാറ്റകളുടെ പുറകെ നടക്കുന്നത്. വേഗം വാ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സഹദേവൻ വേഗം പോയി സെല്ലി കയറി. Good morning, madam. Good morning. Please come. സാർ മുകളിലല്ലേ? അതെ. ഡോർ തുറക്ക്. Good morning, sir. വെരി വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ. വരൂ, ഐ വിൽ കോൾ യു ലേറ്റർ. ഇരിക്കൂ. Thank you. ചികിത്സിക്കാൻ വേണ്ടത്ര ഭ്രാന്തന്മാരൊക്കെ കിട്ടുന്നുണ്ടോ? ഓ, കേരളത്തിൽ അതിന് തീരെ കുറവില്ലല്ലോ. തമാശ നന്നായിട്ടുണ്ട്. സഹദേവൻ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ആർക്കു വേണ്ടിയും ആർദ്രമാകുന്ന നല്ല മനസ്സാണ് വേണ്ടത്. പക്ഷേ അയാളുടെ വിചിത്രമായ സ്വഭാവം കാരണം എല്ലാവരും അയാളെ പരിഹസിക്കുകയാണ്. പിന്നെ ഞാൻ ഈ കാര്യം റിപ്പോർട്ട് ചെയ്താൽ സഹദേവനെ നേരെ കൊണ്ടുപോകുന്നത് മെന്റൽ ഹോസ്പിറ്റലിലേക്കായിരിക്കും. അവിടുത്തെ സ്ഥിതി ഡോക്ടർക്ക് അറിയാലോ. വട്ടില്ലാത്തവരെയും അവർ വട്ടുപിടിപ്പിക്കും. അതിനു മുമ്പ് എന്റേതായ രീതിയിൽ ചെറിയൊരു ശ്രമം, അത്രയേ ഉള്ളൂ. പുറത്തു പോകാനാ ഈ മഴയത്തും തണുപ്പത്താ? ഒരു ഗിഫ്റ്റഡ് പെയിന്റർ കൂടിയാണ് സഹദേവൻ. വളരെ വേഗത്തിൽ മനോഹരമായ ചിത്രങ്ങൾ അയാൾ വരയ്ക്കും. ഓ, അതാണോ അയാളുടെ പ്രൊഫഷൻ? അല്ല, സഹദേവൻ ഒരു മൃഗഡോക്ടറാണ്. ഓക്കെ. മൂക്ക് പിടിക്കല്ലേ, മൂക്ക് പിടിക്കല്ലേ. പോവാം പോവാം പോവാം.
മുല്ലശ്ശേരി മാധവൻ നായർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഛേ, നിന്റെ ചരിത്രബോധം വളരെ വീക്കാ വീട്ടി. മുല്ലശ്ശേരി മാധവൻ നായർ എന്റെ മുത്തച്ഛനാ. കൊല്ലങ്കോട് രാജാവിന്റെ പടത്തലവനായിരുന്നു മൂപ്പൻ. എടാ പൊട്ട, കന്നിന് കൊടുക്കുന്ന മരുന്ന അത് കഴിച്ചാൽ നീ വയറിളകി ചാവും. ദാ സഹദേവാ. ഗുഡ് മോർണിംഗ് സർ. വെരി വെരി ഗുഡ് മോർണിംഗ് സഹദേവ. ഇത് ഡോക്ടർ റോസ്, എൻ്റെ ഫ്രണ്ടാ. ഓ മനസ്സിലായി, എൻ്റെ വട്ടുമാറ്റാൻ വന്ന സൈക്കോളജിസ്റ്റ് അല്ലേ? ഡോക്ടർ വരുന്ന് വാർഡൻ നാരായണേട്ടൻ പറഞ്ഞിരുന്നു. സഹദേവൻ ഒരു ഗംഭീര പെയിന്റർ ആണെന്നാണല്ലോ കേട്ടത്. എന്റെ ഒരു പടം വരച്ചു തരോ? ഇല്ല, എന്നോട് വല്ല ദേഷ്യമുണ്ടോ? ഞാൻ വര നിർത്തി. അതെന്താ വര നിർത്തിയേ? നിർത്തി അത്ര തന്നെ. ഡോക്ടറിനെ ചികിത്സിക്കാൻ വന്നതല്ലേ, സമയം കളയാതെ പെട്ടെന്ന് തന്നെ ചികിത്സിക്കൂ. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എംഫിൽ എടുത്തത്? യൂണിവേഴ്സിറ്റി അറിഞ്ഞാലേ സഹദേവൻ ചികിത്സയ്ക്ക് നിന്നേരുള്ളൂന്നുണ്ടോ? അല്ല, എന്നെ ചികിത്സിക്കാൻ മാത്രം നിലവാരമുള്ള യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചത് എന്നൊന്ന് അറിയാനാ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന്നാ. കേംബ്രിഡ്ജ് സഹദേവന്റെ നിലവാരത്തിനൊപ്പം എത്തുവോ? തരക്കേടില്ല. ഭാഗ്യം. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പോരാ, മിനിമം 10 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലാതെ എൻ്റെ അടുത്ത് അടുക്കാൻ പറ്റില്ല. എന്താ സഹദേവന്റെ അസുഖം? അത് അതിലെ എടുത്ത് നടന്നു പോകുന്നത് കണ്ടോ? ഞാൻ ആരും കാണുന്നില്ല. ആ, അതാണ് പ്രശ്നം. ഞാൻ കാണുന്നയാളെ നിങ്ങൾ കാണുന്നില്ല. അപ്പൊ എനിക്കാണോ കുഴപ്പം, നിങ്ങൾക്കാണോ കുഴപ്പം? ഒലാൻസെപ്പിനും വാൽപ്പറേറ്റും ആണല്ലോ സാധാരണ ഈ അസുഖം മാറാൻ ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്നുകൾ. അത് കുറെ വാങ്ങി നമുക്ക് രണ്ടുപേർക്ക് അങ്ങ് കഴിക്കാം. ആരുടെ അസുഖമാണ് ആദ്യം ഭേദമാണെന്ന് നോക്കാലോ. നിർത്തടോ. ഇങ്ങനെ സകല ഇൻഫർമേഷനും വാരി വിതറാൻ താൻ ആരോ ഗൂഗിൾ സെർച്ചോ? സകല കാര്യങ്ങൾ അറിയാന്നാണോ തന്റെ വിചാരം? അഹങ്കാരി. എന്നെ വഴക്ക് പറയല്ലേ, ഞാനൊരു പാവമാണ് ഡോക്ടർ. തന്റെ കേസ് ഫയൽ ഞാൻ വായിച്ചു. ഒരു പാവ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണോ താൻ ചെയ്തത്? മെന്റൽ സർട്ടിഫിക്കറ്റ് മേടിച്ച് ശിക്ഷയുടെ കാലാവധി കുറയ്ക്കാനല്ലോ താൻ ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നത്. എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞാൽ ഡോക്ടർ ഒരിക്കലും എന്നെ കുറ്റം പറയില്ല. സത്യമായിട്ടും എൻ്റെ കൂടെ ഒരാളുണ്ട് ഡോക്ടർ. കണ്ണാടിക്കരയിൽ നിന്നാണ് അവൻ എൻ്റെ കൂടെ കൂടിയത്. മലയടിവാരത്തുള്ള മനോഹരമായ ഒരു കുടിയേറ്റ ഗ്രാമമാണ് കണ്ണാടിക്കര. കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തിയുമാണ് ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും ജീവിക്കുന്നത്. ഏതൊരു ഗ്രാമത്തിലെയും പോലെ വിചിത്ര സ്വഭാവങ്ങളുള്ള കുറച്ച് മനുഷ്യർ ഈ കണ്ണാടിക്കരയിലും ഉണ്ട്. അവരിൽ ചിലരാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഗതി തിരിച്ചുവിട്ടത്. ഇത് നിഷ്കളങ്കനായ പപ്പുകേട്ടൻ. ആള് ഭയങ്കര ബുദ്ധിമാനാണെന്ന് ഇപ്പൊ മനസ്സിലാവും. ഹലോ, സുഖാണോന്ന് വെച്ചാ ദുഃഖങ്ങളൊന്നുമില്ല. ആ, കാലുവേദനയുണ്ട്, നല്ല വേദനയാ. പക്ഷേ അത് ദുഃഖല്ലല്ലോ, വേദനയല്ലേ. ഈ അമ്മുകടത്തി പപ്പേട്ടന്റെ ഭാര്യയാണ്. ശാന്ത സ്വഭാവത്തിന് എവിടെയെങ്കിലും സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് കിട്ടേണ്ടതാണ്. നിന്നെ പാലില് പശുമുള്ളി മനുഷ്യ, 2 പെമ്മക്കളെ കടിച്ചു വിടാനുള്ളതാ. നിങ്ങൾ ഈ വയസ്സാം കാലത്ത് ആരോടാ സൊള്ളിക്കൊണ്ടിരിക്കുന്നേ? സോറി അമ്മുക്കുട്ടി. ഇവളാണ് ഗീതു, പപ്പുവേട്ടന്റെ മൂത്ത മകൾ. താൻ മിസ് കണ്ണാടിക്കരയാണെന്ന കാര്യത്തിൽ ഗീതുവിന് സംശയമേ ഇല്ല. എന്നെ ജയിലിലെത്തിക്കാൻ കഠിനമായി പരിശ്രമിച്ച മിടുക്കിയാണിവൾ. പപ്പുവേട്ടന്റെ 2ാമത്തെ മകൾ നീതു, ഒരു പാവം കുട്ടി. ഡി, വേഗം വരാണെങ്കിൽ ഒരു ലിഫ്റ്റ് തരാം. വേണ്ടായേ, നാട്ടിലെ ചെക്കന്മാരുടെ സെൻസസ് എടുക്കാനല്ലേ. ചേച്ചി ഒറ്റയ്ക്ക് തന്നെ പോയാ മതി. നീ പോടി നീർക്കോലി. നീ പോടി ആകാശവാണി. പോടി.
കണ്ണാടിക്കരയുടെ സ്വന്തം പഞ്ചായത്ത് പ്രസിഡന്റ് ആലിക്കോയ. താനൊരു മഹാനാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഒരു പരിധിവരെ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആലിക്കോയയുടെ ശിങ്കിടി അൻവറാണ് കൊടയും പിടിച്ച് അയാളുടെ പുറകെ നടക്കുന്നത്. പരദൂഷണവും ഏഷണിയുമാണ് അൻവറിൻ്റെ പ്രധാന ഹോബികൾ. ഇത് ഡോക്ടർ റഹീം, ആലിക്കോയയുടെ ബാല്യകാല സുഹൃത്ത്. സ്വഭാവത്തിലെ സാമ്യത കൊണ്ടാവാം ഇവർ ബാല്യകാലം മുതൽ സുഹൃത്തുക്കളായത്. ഈ 3 മഹാന്മാരും എന്നെ ജയിലിലെത്തിക്കാൻ കാര്യമായ സംഭാവനകൾ നൽകിയവരാണ്. നമ്മുടെ ഞരമ്പുകളെ തളർത്തുന്ന വിഷമാണ് മദ്യം. എത്രയോ കുടുംബങ്ങൾ മദ്യം കാരണം നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, മദ്യം ഒരു സൈത്താനാണ്. ആ സൈത്താനെ പരിപാവനമായ ഈ കണ്ണാടിക്കര ഗ്രാമത്തിൽ നിന്നും നമ്മൾ തുടച്ചു മാറ്റുന്നു. മദ്യം വിഷമാണ്, ഹറാമാണ്. പ്രസംഗിച്ചേക്ക് മറന്നോ പ്രസിഡന്റ്? മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്, കുടിക്കാൻ പാടില്ല എന്ന് രോഗികളോട് പറഞ്ഞിട്ട് എത്ര നേരമായി ഡോക്ടർ? ഒരു വ്യക്തി എന്ന നിലയിലും കണ്ണാടിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തഴമ്പും ഭസ്മക്കുറിയും കുരിശുമാലയും എല്ലാം തന്നെ നമ്മുടെ നാടിന്റെ സ്നേഹമുദ്രകളാണ്. മുഴുവനും കഴിക്കണം കേട്ടോ. ഇക്ക അവരവിടെ ഇരുന്ന് കഴിച്ചോട്ടെ. നീ ഒരിക്കലും നന്നാവൂല. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ നാട്ടുകാർക്ക് മുഴുവൻ വച്ച് വിളമ്പാനാണ് ഭാവമെങ്കിൽ അരിയും സാധനങ്ങളും ഒക്കെ നീ വീട്ടിൽ പോയി കൊണ്ടുവരേണ്ടി വരും. നിങ്ങൾ എന്നെ കെട്ടിയ പിന്നെ ഇതല്ലേ എന്റെ വീട്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇത് കണ്ട നിങ്ങൾ എന്ത് മനുഷ്യനായിക്ക? വിശപ്പനുണ്ടോ ജാതി മതോ? ഇതാ പറഞ്ഞ നീ ഒരിക്കലും നന്നാവൂലെന്ന്. ആലിക്കോയയുടെ ഭാര്യ നബീസു. നബീസുവിൻ്റെ പെരുമാറ്റം കണ്ടാൽ ഇത്രയും മനുഷ്യസ്നേഹം ഈ ഗ്രാമത്തിൽ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. ആലിക്കോയുടെയും നബീസുവിൻ്റെയും ഏക സന്താനം ഫൈസൽ. ഇവനും എന്നെ ജയിലിലെത്തിക്കാൻ കഠിനമായി പരിശ്രമിച്ച ഒരു മിടുക്കനാണ്. UK-യിൽ നിന്നും MBA പഠനം കഴിഞ്ഞ് ഈ വിദ്വാൻ കണ്ണാടിക്കരയിലെത്തിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ദൂരെ മാനത്ത് തിങ്കൾ ഒഴുകുന്നു, ചിരി തൂകി ആരോ പാടുന്നു. ദൂരെ മാനത്ത് വെൺതിങ്കൾ ഒഴുകുന്നു, ചിരി തൂകി ആരോ പാടുന്നു. UK-യിൽ വെച്ച് ദുനിയാവിൻ്റെ പല ഭാഗത്തുള്ള പെൺപിള്ളേരെ പ്രേമിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു ഈ പഹേന്. എന്നിട്ടും എനിക്കിട്ട് പണിതരാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു അവൻ ഗീതുവിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയത്. കാതിൽ കുളിരാകും ചെറുപൂന്തേൻ മൊഴിയായി കാറ്റ് ചൊല്ലും കഥകളിലെല്ലാം പെൺമനസ്സിൽ ഒളിഞ്ഞിരിക്കും പ്രണയം മറനീക്കി ഒരു മഴവിൽ അഴകോടെ നിൻ കനവിൽ തെളിഞ്ഞതെല്ലാം ദൂതു വന്ന മേഘം മഴയായി എന്നിൽ പെയ്തൊഴിയേ ഒരു മിന്നൽ ചിരി തൂകി. ഗീതു, എന്നെ മനസ്സിലായോ? ഇല്ല. 10ാം ക്ലാസ് വരെ നമ്മൾ ഒരു സ്കൂളിലാണ് പഠിച്ചത്. 1-2 വട്ടം മിണ്ടിയിട്ടുമുണ്ട്. സോറി, എനിക്ക് ഓർമ്മയില്ല. അന്നൊക്കെ എത്ര ഇഷ്ടത്തോടെ ഞാൻ നിന്നെ നോക്കിയത്.
അപ്പോഴവനാ വെള്ളപ്പാറ്റ റോസ്മേരി മതി. അഹങ്കാരി. ആര് പറഞ്ഞു ആര് പറഞ്ഞു മാൻമിഴി കോപം പൂണ്ടെന്ന് ആര് പറഞ്ഞു ഇഷ്ടം കൂടാൻ മടിയെന്ന് ആര് പറഞ്ഞു മാൻമിഴി കോപം പൂണ്ടെന്ന് ആര് പറഞ്ഞു ഇഷ്ടം കൂടാൻ മടിയെന്ന് കാതിൽ കുളിരാകും ചെറുപൂന്തേൻ മൊഴിയായി കാറ്റ് ചൊല്ലും കഥകളിലെല്ലാം പെൺമനസ്സിൽ ഒളിഞ്ഞിരിക്കും പ്രണയം മറനീക്കി ഒരു മഴവിൽ അഴകോടെ നിൻ കനവിൽ തെളിഞ്ഞതെല്ലാം ദൂതു വന്ന മേഘം മഴയായി എന്നിൽ പെയ്തൊഴിയേ ഒരു മിന്നൽ ചിരി തൂകി എന്താ? പപ്പുവേട്ടനെന്ന് കാണാൻ വന്നതാ. എന്തിന്? ഇയാളെ കെട്ടിച്ചേരുമെന്ന് ചോദിക്കാൻ. പപ്പോട്ടോ. ഓ മോനിതെപ്പോ വന്നു? ഒരാഴ്ചയായി. ആ പപ്പുട്ട പിന്നെ വീട്ടിലേക്ക് എല്ലാ ദിവസവും ഓരോ കുപ്പി പാല് വേണോ? ഓ തരാലോ. കരയണി നിൽക്കടേ, ഇപ്പൊ വരാട്ടോ. ചോദിക്കട്ടെ. ഒരു കല്യാണാലോചനക്കാരൻ. ദൂരെ മാനത്ത് തിങ്കൾ ഒഴുകുന്നു ചിരി തൂകി. ഫൈസലിന്റെയും ഗീതുവിന്റെയും പ്രണയം ഇങ്ങനെ കണ്ണാടിക്കരയിൽ പൂത്തുലയുന്ന സമയത്ത് ദൂരെ മറ്റൊരു നാട്ടിൽ ഞാൻ എൻ്റെ സ്വകാര്യ വേദനകളോട് പൊരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ശ്രീദേവി സാധ്യവണ്ണല്ലേ അത്? ആണല്ലോ. സഹദേവേട്ടാ. ആ ഷെമി. എത്ര നാളാ ചേട്ടാ കണ്ടിട്ട്? എങ്ങനെയുണ്ട് പടം വരയൊക്കെ? തരക്കേടില്ല. എവിടെ കുട്ടിപ്പട്ടാളം? ജോസന്റെ ചേട്ടന്റെ വീട്ടിലാക്കിയിരിക്കാ 3-നെ. എല്ലാം കൂടെ വീട് പൊളിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞ ചേച്ചി ഇപ്പൊ വിളിച്ചേളൂ. എന്തായിടി ഇനി ഹാപ്പി ന്യൂസ്? ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ലേറ്റ് മാരേജ് ആ പ്രശ്നം. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ വീടിനടുത്തുള്ള ഒരു ഗോവിന്ദേട്ടൻ സെയിം പ്രോബ്ലം. ലേറ്റ് മാരേജ്, കുട്ടികളില്ല. സഹദേവേട്ടൻ കുറെ കൂടി നേരത്തെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ ഇപ്പൊ എല്ലാം സെറ്റപ്പ് ആയനെ. ജോസന്റെ വന്നേ, ഡോക്ടറെ കാണാറായി. ശരി എന്നാ പിന്നെ ഓക്കെ. എനിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങൾ വാങ്ങലാണല്ലോ എന്റെ മോന്റെ വിധി. അമ്മായിയമ്മേ, ഇതെന്താ അമ്മയും മോനും കൂടെ കരച്ചില് മത്സരം നടത്തണോ? ചേട്ടൻ കഴിക്കേ. ഇതിനൊക്കെ ഇങ്ങനെ സങ്കടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ചേട്ടനും എനിക്ക് ഒരു കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഞാൻ 2 തവണ കൺസീവ് ആവുമായിരുന്നോ? ചേട്ടൻ ഭക്ഷണം കഴിക്കും. ആളുകൾ നമ്മളെ ഇങ്ങനെ ആക്രമിക്കുന്ന എന്തിന്? പിന്നല്ലാതെ കഴിക്കേ. വെറുതെ ചേട്ടന്റെ കണ്ണീര് വേസ്റ്റ് ആക്കി. ഞങ്ങളെ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു കുഞ്ഞുകൂടി ശ്രീദേവിയുടെ വയറ്റിൽ കിടന്ന് മരിച്ചുപോയി. പ്രതീക്ഷ കൈവിടാതെ ഞങ്ങൾ ചികിത്സയും പ്രാർത്ഥനയും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ സന്തോഷം കൊണ്ട് കരഞ്ഞു കൊള്ളാക്കരുത്. എന്ത് കാര്യം? നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെ. സത്യം? അവളെ വട്ടം കറക്കിയ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലോ? ആ സന്തോഷം പങ്കുവെക്കാനായി സ്വീറ്റ്സുമായി ഞങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്തെത്തി. ശരീരമിളകിയാൽ ഇത്തവണയും
അബോർഷൻ സംഭവിച്ചേക്കുമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് തന്നു. ഞാൻ ജോലിക്ക് പോകാതെ ശ്രീദേവിയെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഇതൊക്കെ ചെയ്യാൻ ആര് പറഞ്ഞു? അപ്പൊ പിന്നെ ആര് ചെയ്യൂ ഇതൊക്കെ? ഞാൻ ചെയ്യാം. ഇതൊക്കെ പിഴിയണം. ഓ, പിഴിയണോ? പിഴിയാലോ? സഹദേവ, കരയാൻ മാത്രമുള്ള പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ 3 പ്രാവശ്യത്തെ പോലെ ഇവനും വല്ലതും സംഭവിച്ചാൽ മതിയാക്ക്. എന്ന് വന്നാലും സഹദേവൻ കരച്ചില് തന്നെയാണല്ലോ. ഇതെന്താ മെഗാ സീരിയലോ ഇതുപോലെ ഇരുന്ന് കരയാൻ? കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ശ്രീദേവിയുടെ യൂട്രസ് അല്പം വീക്കാ, അതുകൊണ്ടാ ഫുൾ ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായി. ആ, കണ്ണാടിക്കരയിലേക്കുള്ള ട്രാൻസ്ഫർ ഓർഡർ കയ്യിൽ കിട്ടിയ സമയത്താണ് ഞാൻ ജോലിക്ക് പോകാതെ ശ്രീദേവിയെ ശുശ്രൂഷിക്കാൻ ആരംഭിച്ചത്. 8 മാസമായിട്ടും പുതിയ വെറ്ററിനറി ഡോക്ടർ സഹദേവൻ ചാർജ് എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കണ്ണാടിക്കരയിൽ ഒരു ജനകീയ പ്രക്ഷോഭം തന്നെ ഉണ്ടായി. ഒരാഴ്ചക്കുള്ളിൽ കണ്ണാടിക്കരയിൽ ചാർജ് എടുത്തില്ലെങ്കിൽ ജോലി അപകടത്തിലാകുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഫൈനൽ വാണിംഗ് എന്നെ കൂടുതൽ കുഴപ്പത്തിലാക്കി. ജോലി പോയ പോട്ടെ, എന്റെ കുഞ്ഞിനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. അങ്ങനെ പറയല്ലേ ചേട്ടാ. നമുക്ക് വീടിന്റെ ലോൺ അടച്ചു തീർക്കണ്ടേ, കുഞ്ഞിനെ വളർത്തണ്ടേ, പഠിപ്പിക്കണ്ടേ? മാത്രമല്ല ചേട്ടൻ അവിടെ ചെല്ലാതിരുന്ന എത്ര പേരാ ബുദ്ധിമുട്ടുന്നേ, എത്ര മൃഗങ്ങളാ ചാവുന്നേ. അതിൻ്റെ ഒക്കെ ദോഷം നമ്മുടെ കുഞ്ഞിന് കിട്ടും കേട്ടോ. ഇവിടെ ഇപ്പോ എൻ്റെ അമ്മയും സുധിയും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ചേട്ടൻ ധൈര്യമായിട്ട് പോ, ഭഗവാൻ എല്ലാം മംഗളമാക്കും. നാട്ടുകാര് പറയണത് നേരാണല്ലോടി. എന്താ ഉമ്മ നാട്ടുകാർ പറയുന്നേ? നീ ആളൊരു മൊഞ്ചത്തിയാണെന്ന്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ദാ ഉമ്മ പാല്. നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളായിരുന്നെങ്കിൽ നിന്നെ പിടിച്ച പിടിയാൽ എന്റെ മോനെ കൊണ്ട് ഞാൻ നിക്കാ കഴിപ്പിച്ചേനെ. എന്നാ ഞാൻ പൊന്നാനി പോയി മതം മാറട്ടെ ഉമ്മ. ഓടി കാന്താരി ഇവിടുന്ന്. എന്താ ഉമ്മയോട് പറയണത് നമ്മൾ കേട്ടു. എന്നെ കെട്ടാൻ മതം മാറാൻ വരെ തയ്യാറല്ലേ? എന്താ എന്നെ കെട്ടാൻ എനക്ക് അത്രയ്ക്ക് പൂതിയുണ്ടോ? ഉണ്ടെങ്കി എന്നാ നീ പോയി മതം മാറണ ചക്ക. കിളിമൊഴികൾ അലയായി ഒരു വർണ്ണക്കനവെഴുതി കളിവാക്കുകൾ കുളിരായി നീ കാതിൽ മൂളും നേരം മഴമുകിലിന്നഴകായി മിഴിതളിൽ നിറമെഴുതി തൂമഞ്ഞിൻ നനവായി നീ എന്നിൽ ചേരും നേരം രാഗം ഉണരുകയാ
മിഴിതളിൽ നിറമെഴുതി തൂമഞ്ഞിൻ നനവായി നീ എന്നിൽ ചേരും നേരം ഡോക്ടറെ, ഇതാണ് വീട്. ഇതെന്റെ വല്യച്ഛന്റെ വീടായിരുന്നു. വല്യച്ഛന് മക്കളുണ്ടായിരുന്നില്ല, വല്യമ്മയ്ക്കും. വല്യച്ഛൻ മരിച്ചപ്പോ വീട് എന്റെ പേർക്ക് എഴുതി വെച്ചു. എന്റെ വല്യച്ഛന് മക്കളുണ്ടായിരുന്നത് കൊണ്ട് എന്റെ വീട് ഞാൻ തന്നെ പണിയേണ്ടി വന്നു. അങ്ങനെ ജയിലിലേക്കുള്ള എന്റെ യാത്ര സുഗമമാക്കാൻ വേണ്ടി പപ്പുവേട്ടന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന അയാളുടെ വല്യച്ഛന്റെ വീട്ടിൽ ഞാൻ വാടകക്കാരനായി കൂടി. ഇതാണ് ഡോക്ടർ സഹദേവൻ. ഭയങ്കര കൈപ്പുണ്യ. ഡോക്ടർ പശുവിന്റെ മേത്തൊന്ന് തൊട്ടാ മതി, പെറാത്ത പശു പെറും. ഈ തമാശയൊക്കെ ചെറുപ്പം മുതലേ ഉള്ളതാണോ അതോ ഈയിടെ വൈഹാർട്ട് പഠിച്ചതാണോ? അങ്ങനൊന്നുമില്ല. ഹലോ, എങ്ങനെയുണ്ട് കണ്ണാടിക്കര? കരയാൻ പറ്റിയ സ്ഥലമാണോ? ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയാൽ കരയാൻ പറ്റിയ സ്ഥലമുണ്ടെന്ന് കേട്ടു. അത് വിട്. ഇവിടുത്തെ പ്രകൃതിക്ക് ഭയങ്കര സൗന്ദര്യ, പക്ഷെ നാട്ടുകാർക്ക് തീരെ ബോധമില്ല. മതത്തിൻ്റെ പേരും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വെട്ടും കുത്തുണ്ടാവും. കുറേ എണ്ണം ചാവും, കുറേ എണ്ണം ജയിലിൽ പോകും. ചേട്ടന് ഈ നാട്ടുകാർ വിളിക്കുന്ന വട്ടപ്പേര് കണ്ണാടിക്കരക്കാരെ കൊണ്ട് വിളിപ്പിക്കരുത്. വട്ടപ്പേരോ? എനിക്കോ? ഓ, ഒന്നും അറിയാത്ത പോലെ. സഹദേവേട്ടനെ കണ്ണീർ ദേവൻ എന്നല്ലേ ഇവിടെ ഉള്ളവർ വിളിക്കുന്നത്. ഇത് നീ എങ്ങനെ അറിഞ്ഞു? ചേട്ടന്റെ സ്വന്തം അമ്മ തന്നെ പറഞ്ഞത്. അതെന്തെങ്കിലും ആവട്ടെ, നമ്മുടെ മോനെന്ത് പറയുന്നു? അവനിപ്പോ ഭയങ്കര ഹാപ്പി അല്ലേ? നിങ്ങളുടെ കരച്ചിലും നെഞ്ചത്തടിയൊന്നും ഇല്ലല്ലോ. ചോറും മീൻ വറുത്തത്, നല്ല മോരൊഴിച്ചു കൂട്ടാനും. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. ഞങ്ങൾ ഈ അയലോക്കത്ത് കിടക്കുമ്പോ ഡോക്ടർ ഇങ്ങനെ ബ്രെഡും കട്ടൻ ചായയും കഴിക്കണ്ട. പപ്പേട്ടാ, ഒരു ഘട്ടം കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഡോക്ടർ എന്റെ ഒരു പടം കൂടെ വരച്ചു തരുമോ? നാളെ ഓഫീസിൽ കൊണ്ട് കാണിക്കാനോ? ഒന്ന് വരച്ചു തരാം. ഇവക്കിതെന്ത് പറ്റി? കഴുത്തുളക്കിയോ? തലക്ക് ഓളം വിട്ടിട്ടാണ് നിപ്പടച്ച. കഴിഞ്ഞു. നോക്കടാ, അച്ഛൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. വാ, നമുക്ക് കളിക്കാം.
ഹലോ, ഗുഡ് ഈവനിങ്. കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. നമുക്ക് അന്നത്തെ പോലെ കുറച്ച് പടങ്ങളും കൂടി വരക്കണ്ടേ? ഗീതുവിനെ ആലിക്കോയയുടെ തെങ്ങും തോപ്പ് വിലക്ക് വാങ്ങാനുള്ള വല്ല പരിപാടിയുണ്ടോ? തെങ്ങും തോപ്പോ? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആലിക്കോയയുടെ. മനസ്സിലായില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴി തെങ്ങൊക്കെ എണ്ണിക്കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടല്ലോ. അയാളുടെ മോനുമായിട്ട് എന്താ വില ബാർഗൈൻ ചെയ്യായിരുന്നു അല്ലേ? ഫൈസലും ഞാൻ ഒരുമിച്ച് പഠിച്ചതാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഒരു തെങ്ങും തോപ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. കുറച്ച് ഉറക്ക വായിച്ചാൽ അവൻ ഇപ്പോഴേ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിക്കോളും. എഴുന്നേറ്റിരിക്കെ. പതുക്കെ 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 ശ്രദ്ധിക്കും. എന്താടാ? അവൻ പറയാ അവനൊരു പാട്ട് കേൾക്കണമെന്ന്. ഓഹോ, അവനാണെന്ന് ഉറപ്പിച്ചോ? ലക്ഷണശാസ്ത്രം വെച്ച് നോക്കുമ്പോ അവൻ തന്നെ. കരയല്ലേ, അച്ഛൻ ഇപ്പൊ പാടിത്തരാം. അയ്യോ, അത് വേണോ ചേട്ടാ? പാട്ട് കേട്ട് ചെറുക്കൻ വയറ്റുന്നിറങ്ങി ഓടിയാലോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ, ഇത് ഇമോഷണൽ ആയിട്ട് ചളവാക്കല്ലേ. പാട് ചേട്ടാ. ചേട്ടാ, അവന് പാട്ട് കേക്കണമെന്ന്. സ്വന്തം കുഞ്ഞിനെ പാടി ഉറക്കാനുള്ള ഒരു അച്ഛന്റെ മോഹത്തെയാണ് നീ തകർത്തത്. വേണ്ട, താളിടൊന്നും വേണ്ട. എന്നിലെ ഗായകൻ മരിച്ചു കഴിഞ്ഞു. ഡോക്ടറെ, ഒന്ന് ജനാല തുറക്ക. ഡോക്ടറെ, ഡോക്ടറെ, ഇത് പപ്പുവാണ്. ജനാല തുറക്ക്. ഡോക്ടറെ, 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 മോള് തലകറങ്ങി വീണു. ഒന്ന് അവിടം വരെ വരൂ. ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാ, എന്താ പറ്റിയെന്നറിയില്ല ഡോക്ടർ. ഗീതുവിനെ പരിശോധിച്ച് എനിക്ക് ചില സംശയങ്ങൾ തോന്നി. വേഗം കുറച്ച് വെള്ളം എടുക്ക. ഗീതു, 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 ഗീതു. എനിക്കൊന്നുമില്ല അമ്മ, കുഴപ്പമില്ല. കുഴപ്പമില്ല അമ്മ, ഒന്നുമില്ല അമ്മ, എന്നെ വീട്ട്. എന്റെ നോട്ടത്തിന് മുൻപിൽ ഗീതു പതറുന്നത് കണ്ടപ്പോ ഞാൻ സംശയിച്ചത് സത്യമാണെന്ന് എനിക്ക് ഉറപ്പായി. എന്താടി ഇത്ര നേരിട്ട് കണ്ട ആവശ്യം? ഞാൻ ഇന്നലെ പറഞ്ഞാൽ ഇന്ന് രാവിലെ ഒരു ഇന്റർവ്യൂ ഉള്ള കാര്യം, അത് കൊളായി. കൺഗ്രാറ്റ്സ്, നീ ഒരു അച്ഛനാവാൻ പോവാ. അച്ഛനോ? സോറി, നീ ഒരു ബാപ്പയാവാൻ പോവാന്ന്. എന്ത്? ഒരു കുട്ടി ഫൈസൽ അല്ലെങ്കിൽ ഒരു കുട്ടി ഗീതു എന്റെ വയറ്റിലുണ്ട്. എങ്ങോട്ടാ നീ ഒന്നും മിണ്ടാതെ പോണേ? ഞാൻ എന്താടാ ചെയ്യണ്ടേ? നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താലോ? സിനിമയല്ല ജീവിതം, പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുക. പ്രേമം തുടങ്ങുമ്പോ സിനിമ വെല്ലുന്ന പ്രകടനായിരുന്നല്ലോ ഇയാള്. എന്തൊരു ആവേശമായിരുന്നു പ്രാക്ടിക്കൽ ക്ലാസ്സിന്. നമ്മളിനി എന്താ ചെയ്യാന്ന് പറയ. പിടിച്ചു നിൽക്കണം, എനിക്കൊരു ജോലി കിട്ടുന്നവരെ. എന്നിട്ട് ബാപ്പയുടെ കൺവെട്ടത്ത് പെടാതെ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം.
ഇതു നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടിട്ട് അധിക നാളായില്ലെങ്കിലും നിങ്ങളെല്ലാവരും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ഫൈസലാണ്. അവനോട് പറഞ്ഞോ? ടെൻഷൻ അടിക്കണ്ട, അബോർട്ട് ചെയ്യാന്ന് അവൻ പറഞ്ഞത്. അബോർട്ട്? കുഞ്ഞിനെ കൊല്ലാനോ? ഞങ്ങക്ക് വേറെ വഴിയില്ല ഡോക്ടർ. ദയവേത് ഇത് ആരോടും പറയരുത്. സഹദേവ വാ, നമുക്ക് ഓരോ കാപ്പി കുടിക്കാം. കാപ്പി ഇപ്പൊ കുടിച്ച വളരെ നന്നായിരിക്കും. വാ. അബോർഷൻ എന്ന് കേൾക്കുമ്പോ ഡോക്ടർ ഇത്രമാത്രം ഇമോഷണൽ ആവുന്നതിനാ? അതൊരു ചരിത്രമാണ് ഡോക്ടർ. ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഭാഗമായി ഞാൻ ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ എൻ്റെ പേരൻസ് എന്നെ അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ മുത്തശ്ശി ഒരു ഭദ്രകാളിയായി ഇടപെട്ടതുകൊണ്ട് മാത്രം എൻ്റെ ജീവൻ പോയില്ല. എന്നിട്ട് ഗീതുവിന് എന്ത് സംഭവിച്ചു? ഗീതുവും ഫൈസലും കുഞ്ഞിനെ കൊല്ലാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഡോക്ടർ എന്നെ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. ജനിക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞ് ആ കുഞ്ഞിനെ നിരന്തരം ശല്യപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് മരിക്കണ്ട. ചേട്ടന്റെ മോൻ ഫുട്ബോൾ പ്ലെയർ ആവുന്നാ തോന്നുന്നത്. എന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് സിസർ കട്ട് അടിച്ചുകൊണ്ടിരിക്കുക അവൻ. ചേട്ടാ ചേട്ടാ ഓ, ചേട്ടൻ വന്നപ്പോൾ തൊട്ട് ഇമോഷണൽ ആണല്ലോ. ഏത് അന്താരാഷ്ട്ര കാര്യത്തിനാ ഇപ്പൊ സെന്റി അടിച്ചുകൊണ്ടിരിക്കുന്നത്? ആ പപ്പേട്ടൻ്റെ വീട്ടിലൊരു കൊലപാതകം നടക്കാൻ പോവുക. അവനും അവളും കൂടി സുഖിച്ചിട്ട് ഇപ്പൊ അവരുടെ സൗകര്യത്തിന് വേണ്ടി അവരെ കുഞ്ഞിനെ കൊല്ലാൻ പോവുക. നിസ്സഹായനായ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ടോ? ആരുമില്ല. അവനെ സഹായിക്കാൻ ആരുമില്ല. ചേട്ടനൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? ശ്രീദേവി, ഞാൻ പറഞ്ഞിട്ടില്ല ആ നാട്ടുകാരെ പറ്റി. കുറെ ഭ്രാന്തന്മാരുണ്ട് അവിടെ, മതഭ്രാന്തന്മാർ. ഞാൻ അനങ്ങിയ എല്ലാവരും കൂടി എന്നെ തല്ലിക്കൊല്ലും. ചേട്ടാ, ചേട്ടൻ വാ, ദൈവനൊരു കഥ കേൾക്കണമെന്ന്. Once upon a time, in a village far away, there lived a very poor widow. കരയുന്നു.
അവനും കരയാണ്. ആര്? ആരുമില്ല. But his mother could not pay the school fees. പതുക്കെ വായിക്ക്. So he could no longer go to school. ഈ പാടവരമ്പത്തൂടെ ഓടി കിടക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയാമോ? ഡോക്ടറെ, അമ്മയോടൊന്ന് പറയാമോ അങ്കിള്? എന്നെ കൊല്ലില്ലെന്ന്. എന്നെ കൊല്ലണ്ടത് പറ അങ്കിള്. നിന്നെ സഹായിക്കാൻ എനിക്ക് ശക്തിയില്ല മോനെ. എന്റെ ഭാവന കൊണ്ട് നിനക്ക് ഞാനൊരു ജന്മം തരാം. അത്രയേ ഈ ബലഹീനന് ചെയ്യാൻ കഴിയും. ഡോക്ടറെ, ഡോക്ടറെ, ഇന്നലത്തെ പൂസിലായിരിക്കും. ഡോക്ടറെ, ഗുഡ് മോർണിംഗ് ഡോക്ടർ അങ്കിൾ. പടത്തിൽ നിന്ന് എന്തിനാ പുറത്തു വന്നേ? ഓ, തിരിച്ചു പോ. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഓ, അതിലേക്ക് പോ. പോ, തിരിച്ചു പോ. തിരിച്ചു പോ. ഡോക്ടറിന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? എനിക്കൊന്നും കേൾക്കണ്ട. നീ ഒന്ന് പോയാ മതി. ഇന്നലത്തെ കെട്ടുവിട്ടിട്ടില്ല. ഹായ് നീതു കുഞ്ഞമ്മ. നീതു കുഞ്ഞമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ട് പോ. കുഞ്ഞമ്മയോ? ആരുടെ കുഞ്ഞമ്മ? ഇന്നലത്തെ കെട്ടു മാറ്റണമെങ്കിൽ വീട്ടിലേക്ക് വാ, നല്ല മോര് തരാം. ഡോക്ടർ അങ്കിളിന് മാത്രമേ എന്നെ കാണാനും കേൾക്കാനും കഴിയുള്ളൂ.
ചെമ ചെമന്നൊരു പുലരിയിൽ മിഴിനീട്ടി നീണ്ടിടാൻ കൊതിവിടാതെ കളകളമിളകിടുവാൻ ഒരു ശ്വാസമരുളണമേ ചെമ ചെമ ചെമന്നൊരു പുലരിയിൽ. ഇതാ ഇതാ പുതുമഴ, ഇതാ ഇതാ പുതുമഴ, കളിനിലാവിലൊരല കനവുകളിലലിഞ്ഞുണരുവാൻ ഹിമകണവാടികയിൽ പദമൂന്നിടുവാൻ ചെമ ചെമ ചെമന്നൊരു പുലരിയിൽ. മനോഹരം ഈ ഭുവനം, മനോഹരം ഈ ഭുവനം, ഇതിൽ വരാനൊരു വരം തരണം, അതിനൊരു തുണയരുളണം. മണൽ വിരിമാറിലൊരു ചെറുവരി എഴുതാൻ ചെമ ചെമ ചെമന്നൊരു പുലരിയിൽ മിഴിനീട്ടി നീണ്ടിടാൻ കൊതിവിടാതെ കളകളമിളകിടുവാൻ ഒരു ശ്വാസമരുളണമേ ചെമ ചെമ ചെമന്നൊരു പുലരിയിൽ. നിക്ക് നിക്ക്, നീ കരയൊന്നും വേണ്ട, പേടിക്കാൻ ഒന്നുമില്ലെന്നാടാ ഡോക്ടർ പറഞ്ഞത്. സഹദേവൻ പറഞ്ഞതുപോലെ ആൺകുട്ടി തന്നെയാ. ദാ. ചിരിക്ക് ചിരിക്ക്, അച്ഛന്റെ മോനൊന്ന് ചിരിക്കടാ. ഡോക്ടർ അങ്കിളിന്റെ മകനാക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നെ ആരും കൊല്ലില്ലായിരുന്നു. ചേട്ടാ, സന്തോഷിക്കണ്ട ഈ സമയത്ത് എന്തിനാ ഇങ്ങനെ കരയുന്നേ? നമ്മുടെ കുഞ്ഞിന്റെ മുഖം കണ്ട് നമ്മൾ സന്തോഷിക്കുന്ന ഈ നിമിഷത്തിലും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഗർഭപാത്രത്തിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗീതുവിന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോ അത്രയ്ക്ക് വിഷമമാണെങ്കിൽ ബാക്കി എല്ലാം മറന്നേക്ക്. മനസ്സ് വെച്ചാ നടക്കാത്ത ഒന്നുമില്ല. ഒന്ന് ശ്രമിക്ക് ചേട്ടാ. ശ്രമിക്കാത്തതുകൊണ്ടാണ് നടക്കാതെ പോയെന്നോർത്ത് ചേട്ടൻ പിന്നെ കരയണ്ടല്ലോ. പൈസല്ലേ, നിങ്ങളിപ്പോ എവിടെയാ? ഏത് ആശുപത്രിയിൽ? ഞാൻ വരുന്നതിന് മുമ്പ് ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാം ഞാൻ കണ്ണാടിക്കരയിൽ പരസ്യമാക്കും. അറിയാലോ നിങ്ങളുടെ നാട്ടിലെ ആൾക്കാരുടെ സ്വഭാവം. നിന്നെ പോലെ തന്നെയാ നിന്റെ ബാപ്പയും. ജീവനിൽ കൊതിയുണ്ട്. നമ്മൾ എത്തുന്നത് വരെ ഒന്നും സംഭവിക്കില്ല. നേരം വൈകി അമ്മ വഴക്കു പറയും. മൂടടി, ആരെങ്കിലും കണ്ടാ പിന്നെ നീ അവിടെ പോയി ഇരിക്കെ. ആ വട്ടൻ ഡോക്ടർ ഒന്ന് വന്നോട്ടെ. ഗീതു എവിടെ? ഓ, രണ്ടുപേരും വളരെ പ്ലാൻഡ് ആയിട്ടാണല്ലോ എബർഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. വന്നേ, വരൂ.
വന്ന് നോക്ക്. എബോർഷൻ ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളായി കിടക്കുന്നത് സൂക്ഷിച്ചു നോക്ക്. പകുതി ചത്തും കൈയും കാലും തലയും വേർപെട്ട് കഷണങ്ങളായി ചിതറിക്കിടക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങൾ തന്നെയല്ലെന്ന്. കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടോ? അമ്മയെ തിരയുന്നതാ, അമ്മയെ. എന്താണ് ഇവിടെ നിൽക്കുന്നത്? നല്ല ചൂടുണ്ടല്ലോ, എന്നിട്ടാണ് ഈ തണുപ്പത്ത് നിൽക്കുന്നത്? ഇങ്ങോട്ട് കയറിപ്പോടി, കയറി പോകാൻ. മഴ കൊണ്ട് നടക്കുന്നതിന്റെയോ? പറഞ്ഞാലും കേൾക്കില്ല. മരുന്ന് കഴിക്കാനുള്ളതാ, ഇത്തിരി കഞ്ഞി കുടിക്കാൻ. എനിക്ക് വിശപ്പില്ല. ആഹാ, അത് പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നേ? പിടിച്ചേ, കുടിക്കാൻ. ഇതുകൂടെ കഴിക്കേ. അപ്പുറത്ത് പോയിരുന്നു പഠിച്ചേ, അവളൊന്ന് ഉറങ്ങട്ടെ. മക്കൾ എഴുന്നേറ്റു. പതുക്കെ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മഴ നനഞ്ഞ് നടക്കരുതെന്ന്. എടുക്ക. എന്താ മോളെ? ഒന്നുമില്ലമ്മ. മരുന്ന് കഴിച്ചതല്ലേ, നാളെ പനി മാറി. മോൾ ഉറങ്ങിക്കോ. ഇതാരാ? എന്താടാ ഈ ഭാഗത്തേക്കൊക്കെ? എന്താടാ പ്രശ്നം? എന്തിനാ കരയുന്നേ? എന്ത് പറ്റി? ഉമ്മയുടെ മോൻ എന്താ സങ്കടം?
ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആ ഗുഡ് മോർണിംഗ്. വാ ഇരിക്കേ. ഡോക്ടർ ഗീതുവിനെ കണ്ടായിരുന്നോ? അവള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുമില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ആരോടൊന്നും മിണ്ടുന്ന പോലുമില്ല. എപ്പോഴും ഒരേ ഇരിപ്പാ. താൻ ബേജാറാവണ്ട, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ബാംഗ്ലൂരിലുണ്ട്. താമസിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ റെഡിയാക്കാം. രജിസ്റ്റർ മാരേജിന് ശേഷം അങ്ങോട്ട് പോകുന്നതല്ലേ നല്ലത്. ഫൈസലിൻ്റെ ജോലിക്കാരുമൊക്കെ നമുക്ക് വഴിയെ ശരിയാക്കാം. ഞാൻ മരിക്കാതെ എന്റെ കുഞ്ഞും മരിക്കില്ല. ഒരു കാരണവശാലും സമ്മതിക്കാൻ പാടില്ല. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അവന്മാരെ അടിച്ച് നിരത്തിക്കണം. നമ്മളാണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് ആരും അറിയാൻ പാടില്ല. സത്യാണോ? എങ്ങോട്ടാ യാത്ര? എനിക്ക് ബാംഗ്ലൂർ ഒരു ഇന്റർവ്യൂ ഉണ്ട്. നീ ബാപ്പയോട് കള്ളം പറയാനും പഠിച്ചു അല്ലേ മോനെ? കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. മോൻ വന്നേ. മോൻ ഇരിക്ക്. ബാപ്പാ ഇരിക്ക്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. മോൻ അറിയാലോ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ. ബാപ്പ ഒരിക്കലും നിങ്ങൾക്കെതിരെ നിൽക്കില്ല. സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ വേദനിപ്പിച്ച പടച്ചോൻ പൊറുക്കില്ലെന്ന് ബാപ്പയ്ക്ക് അറിയാം മോനെ. തൽക്കാലം ഇതാരും അറിയണ്ട, നിന്റെ ഉമ്മ പോലും. രഹസ്യം സ്ത്രീയുടെ മനസ്സിലിരിക്കില്ല, നാവിലേ ഇരിക്കൂ. മോൻ സമാധാനമായിട്ട് കിടന്നുറങ്ങും. ഞാൻ നാളെ തന്നെ പപ്പുവിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. പടച്ചോന്റെ കൃപ കൊണ്ട് എല്ലാം നന്നായി വരും. എന്തോടാ ഈ പാതിരാത്രിക്ക്? എന്റെ മോൻ ഒരു ദരിദ്രവാസി പെണ്ണിന്റെ പള്ളയിൽ ഉണ്ടാക്കിയെന്ന് നാട്ടുകാരറിഞ്ഞാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല റഹീമേ. നീ എങ്ങനെയെങ്കിലും അതൊന്ന് കലക്കി തരണോടാ. ഇവിടെ നടക്കൂല, ഇവിടെ അതിനുള്ള സൗകര്യമില്ലടാ. നമുക്ക് ഒരു കാര്യം ചെയ്യണം. ടൗണിലെ ഗുഡ് ഷെപ്പേർഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഐസക് എൻ്റെ ഒരു പരിചയക്കാരന്. മൂപ്പര് സീക്രട്ടായിട്ട് കാര്യം നടത്തരും. ആളൊരു അബോർഷൻ വീരനാ. ദിവസം ഒരു 20 കേസെങ്കിലും മൂപ്പര് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഐസക്കും മിടുക്കനാ, കലക്കാനും കാശ് മേടിക്കാനും. ബേജാറാവാതെ നീ വാടാ.
എന്റെ നാട്ടിൽ വന്നിട്ട് എനിക്കിട്ട് തന്നെ പണിയുന്നു. ചായ ചായ ചായ, നല്ല ചൂട് ചായ വരുന്നു. ദാ. ചർമ്മക്കോള് ഇന്നലെ കുറെ പേര് രക്ഷപ്പെട്ടല്ലോ. പോമ്മാ ജാട. ആ ഉമ്മയ്ക്കും മോനും എന്താ നാളെ പരീക്ഷ ഉണ്ടോ? എടുത്ത് കുടിക്കടാ. ഇതെങ്ങോട്ടാ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നല്ല കിടിലൻ കേസായിട്ട്? എനിക്കൊരു പെണ്ണ് കാണാൻ പോവാ. എന്തേ? അതേതായാലും നന്നായി. എനിക്ക് മിണ്ടിയും പറഞ്ഞു വിരിക്കാൻ ഒരാളാവുമല്ലോ. നിന്റെ മോൻ എന്തേടി? നമ്മുടെ മോൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, ഊർക്കം വലിച്ച്. ഉറങ്ങ്. ഈ നേരത്തോ? ഇപ്പൊ സുന്ദരനായി. ഇനി പെണ്ണ് കാണാൻ പോയിക്കോ. ഇക്കടെ ഒരു കാര്യം. സുരേഷ് ഓടി വാടാ, ഓടി വരേ. ആരാണെന്ന് ഇതെന്താടാ ഈ കൊച്ചിന് പറ്റിയേ? ഇത് നമ്മുടെ പപ്പോട്ടിലെ മോളല്ലേ? ഇരുവില് പാമ്പ് കടിച്ചാണോ? കാലില് പാടൊന്നുമില്ലല്ലോ. ആ അലിക്കയുടെ കാറ് വരുന്നുണ്ട്. കാലിക്കട നോക്കാൻ പറഞ്ഞാലോ? എന്താ സംഭവം? നമ്മുടെ പപ്പോട്ടിന്റെ മോളാ ബോധം കെട്ടി കിടക്കണത്. പടച്ചോനെ, നോക്കി നിൽക്കാതെ പാവത്തിന് വണ്ടി കയറ്റടാ. നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലോട്ട് കൊണ്ടുപോവാം. ആരെങ്കിലും വേഗം പോയി പപ്പുവിനോട് വിവരം പറയും. വെയിറ്റ് എടുക്കാൻ പാടില്ല. നിങ്ങൾ വിട്ടോ, ഞാൻ പപ്പോടെ നോക്കണം. ആദ്യം നമുക്ക് റഹീം ഡോക്ടറുടെ ക്ലിനിക്കിലോട്ട് ഒന്ന് കൊണ്ടുപോവാം. നീ പപ്പുനെ കൂട്ടി അങ്ങോട്ട് വാ. മൈനർ ബ്രെയിൻ സ്ട്രോക്ക് ആണോ സംശയമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, കുട്ടിയെ വേഗം ടൗണിലുള്ള ഗുഡ്ഷെപ്പേഡ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞേക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. മോളെ വേഗം വണ്ടി കയറ്റിക്കോ. അഹങ്കാരം കൂടിയപ്പോ തല ചുറ്റി വീണു. അതന്നെ ഓളുടെ തള്ളയ്ക്കുന്ന കളിപ്പല്ലേ തള്ളയ്ക്ക്. കളപ്പുരയുടെ താക്കോൽ ആലിക്കയുടെ കയ്യിലാന്ന് തോന്നുന്നു. ഇക്കണ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ പപ്പുവിന്റെ മോളെ തല ചുറ്റി വീണിട്ട് ആലിക്ക ഓളയും കുട്ടി ഷിപ്പ്യാർഡ് ആസ്പത്രി കൊണ്ടുപോയിരിക്കുക. ഷിപ്പ്യാർഡ് അല്ല താത്ത, ഷെപ്പേഡ്, ഗുഡ് ഷെപ്പേഡ്. അങ്ങനെയെങ്കി അങ്ങനെ. കൊച്ചിന് എന്താ പറ്റിയേ? വളവിരിക്കുന്നത് കളപ്പുരയിലല്ലേ? ഇനി പണി നടക്കാൻ തോന്നണില്ല. നിങ്ങൾ പൊയ്ക്കോ. വന്നാലും ഉണ്ടാവും ഇങ്ങനെ ഓരോരോ വണ്ടിയും വലി. നിങ്ങളിങ്ങനെ ചൂടാവില്ല താത്ത, പ്രഷർ കൂടും. അമ്മയും മകളാണ് കുഴപ്പക്കാരില്ലേ? കുറച്ച് വാരി നാക്കുണ്ടതേ ഉള്ളൂ. ആ കൊച്ചൊരു പാവ. താക്കോല് കൊണ്ടുപോറില്ലല്ലോ. എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നൊന്നും പറയാതെ
ഇത്? എന്റെ റബ്ബേ, അയ്യോ എന്താ പറ്റിയ ഡോക്ടറെ? ആരാ ഇത് ചെയ്തേ? ആലിക്കോ എവിടെ? അത് പപ്പൂട്ടന്റെ മോള് ഗീതുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്ന്. ഗീതുവിന് എന്ത് പറ്റി? തലകറങ്ങി വീണ അത്രേ. ഏത് ആശുപത്രിയിലേക്കാ പോയത്? ഗുഡ്ഷിപ്പാട് ഹോസ്പിറ്റലിലേക്കാന്ന് പണിക്കാര് പറഞ്ഞേ. ഭഗവാനെ, ആ കാലിന് ഐസക്കിന്റെ അടുത്തേക്കാണല്ലോ. എന്താ ഡോക്ടർ, എന്താ പ്രശ്നം? ഗീതുവിന്റെ ജീവൻ അപകടത്തില. എന്നെ വേഗം അഴിച്ചുവിട് പ്ലീസ്. സമയം കളയാതെ അഴിച്ചുവിട്. എന്താ ഡോക്ടർ, എന്താ പ്രശ്നം? ഞാൻ പിന്നെ പറയാം. ഡോക്ടർ ഐസക് സാർ അല്ലേ? അതെ, ഞാൻ ആലിക്കോയ, റഹീം ഡോക്ടറുടെ കൂട്ടുകാരനാ. എത്രയുണ്ട്? 2 ലക്ഷം. ഹോസ്പിറ്റൽ ബില്ല് വേറെ കെട്ടണം. ആയിക്കോട്ടെ. പിന്നെ ആ പെൺകുട്ടിയുടെ പേരൻസോട് പറയണം, പേടിക്കാനൊന്നുമില്ല, ഉച്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. ആ കുട്ടിയെ വേഗം തിയേറ്ററിൽ കയറ്റാൻ പറയും. ഓക്കെ സർ. എന്നാ ശരി. അതെ സർ. ആ ലൈറ്റ് ഇങ്ങോട്ട് തിരിച്ചു കുറച്ചുകൂടി. ഡോക്ടർ ഐസക് മത്തായി, ദ ഗ്രേറ്റ് അബോഷനിസ്റ്റ്. 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്ന ചെകുത്താനെ ഇന്ന് ഞാൻ നിന്നെ അബോഷൻ ചെയ്യാൻ പോവാണ്. ഇതേതാ ഭ്രാന്തൻ? ഇയാളെ പിടിച്ച് പുറത്താക്ക്. വേദനിക്കുന്നുണ്ടല്ലേ? അബോർഷന്റെ വേദന നീയും അനുഭവിക്കടാ. ആരെങ്കിലും ഭ്രാന്തനെ പിടിക്ക്. അമ്മേ, നിങ്ങൾ ആരാ? ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ആരെങ്കിലും ആവട്ടെ,
ഗർഭപാത്രത്തിൽ വെച്ച് അണ്ടവും ബീജവും കൂടിച്ചേരുന്ന നിമിഷം മുതൽ അതൊരു ജീവനാണെന്ന് നിനക്കറിയില്ലേ? അപ്പൊ നീ നടത്തുന്ന ഓരോ എബോർഷനും കൊലപാതകമല്ലടാ. ഞാനൊരു ഡോക്ടറാ, ഞാനൊരു ജോലി മാത്രമേ ചെയ്തിട്ടുള്ളൂ. മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച് അമ്മയുടെ ജീവൻ അപകടമുണ്ടാവുന്ന ഘട്ടത്തിൽ മാത്രമേ എബോർഷൻ ചെയ്യാൻ അനുവാദമുള്ളൂ. ഇതേ വേദന തന്നെയാണടാ നീ കുഞ്ഞുങ്ങളെ അമ്മമാരുടെ വയറ്റുന്ന കത്രിക കൊണ്ട് മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി പുറത്തെടുക്കുമ്പോ അവരും അനുഭവിക്കുന്നത്. അമ്മ പറഞ്ഞിട്ടില്ല ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും കയറരുതെന്ന്. വാ. ഇയാൾ ആരെ കാണാനെന്നും പറഞ്ഞ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആരെയും കാണുന്നുമില്ലല്ലോ. എനിക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. ഇനി മോനെ ആരും കൊല്ലാൻ സാധ്യതയില്ല. ഞാൻ ഇന്ന് ഇവിടുന്ന് പോവാ. നീ പെയിന്റിങ്ങിലേക്ക് തിരിച്ചു പോയിക്കോ. ഇല്ല, ഞാൻ എങ്ങോട്ടും പോവില്ല. വട്ടാണല്ലേ സഹദേവ? ഓണം പെയിന്റിങ്ങിലേക്ക് നീ തിരിച്ചു പോയേ പറ്റൂ. സഹദേവ, തന്നെ ജയിലിൽ എത്തിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. പെയിന്റിങ്ങിലേക്ക് പോകാൻ എനിക്ക് അറിയില്ല. സഹദേവൻ വാ വാ. വേണ്ട, എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. ഞാനും അങ്കിളുടെ കൂടെ വരും. ഡോക്ടർ ഐസക്കിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. കോടതി ശിക്ഷിച്ചു. ഏതായാലും ഗീതുവിൻ്റെയും ഫൈസലിൻ്റെയും കല്യാണം നടന്നു. ഗീതു ഇപ്പോൾ ഹോസ്പിറ്റലാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ ഡെലിവറി ഉണ്ടാവും. എന്നിട്ട് ആ കുട്ടിയാണ് എപ്പോഴും കൂടെയുള്ളത്. എന്നെ ആശ്വസിപ്പിച്ച് എനിക്ക് കൂട്ടായി എന്നെ നോക്കി ഇളിച്ചോണ്ട് ഇപ്പോഴും അവൻ എൻ്റെ കൂടെയുണ്ട്. സഹദേവന്റെ മനസ്സിന്റെ വിഭ്രാന്തികളും ഭാവനകളും അയാൾ എന്നോട് ഷെയർ ചെയ്തു. മിക്കവാറും ഈ പ്രശ്നം ഒരാഴ്ച കൂടി അയാൾക്കൊപ്പം കാണും. എന്റെ പ്രതീക്ഷ സാറിന്റെ എഫേർട്ടിന് റിസൾട്ട് ഉണ്ടാവും തന്നെയാ. ഓക്കെ ഡോക്ടർ. ഞാൻ സഹായിക്കണോ? ഇതുപോലെ കളിച്ചാ നീ വള്ളി ട്രൗസറിലിട്ട് മുള്ളും. നീ കുറച്ചു ദിവസമായി മനുഷ്യനെ കളിയാക്കാൻ തുടങ്ങിട്ടെ. എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല. സദേവാ, എനിക്കൊരു വിസിറ്റർ ഉണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സഹദേവ. എനിക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. വാ. എന്താണ് സർ? സഹദേവ, ഗീതു പ്രസവിച്ചു ഒരു ആൺകുഞ്ഞിനെ. എനിക്കറിയായിരുന്നു അതൊരു ആൺകുഞ്ഞാണെന്ന്.
ഇപ്പം നിങ്ങൾ കാണാത്ത ആരെയും ഞാനും കാണുന്നില്ല. എൻ്റെ കൂട്ടുകാരൻ എന്നെ വിട്ടുപോയി. എനിക്ക് ഗീതുവിന്റെ കുഞ്ഞിനെ കണ്ടേ. താൻ പോയിട്ട് വാ, അതിനുള്ള സൗകര്യം ഞാൻ അറേഞ്ച് ചെയ്യാം. താങ്ക് യു സർ.